കൂട്ടിയും കിഴിച്ചും ദിവസങ്ങൾ തള്ളി നിൽക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ്. വലിയ പ്രതീക്ഷയായിരുന്നു ആദ്യം 100 സീറ്റിലേറെ. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒന്ന് കടത്തിപ്പറയുകയും ചെയ്തു. മികച്ച വിജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കും, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന്. എ.കെ. ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. വനവാസത്തിന് വേണ്ട എല്ലാ സൗകര്യവും വനം വകുപ്പ് ചെയ്തു കൊടുക്കും എന്നാണ് എ.കെ. ശശീന്ദ്രൻ വി.ഡി. സതീശനെ ട്രോളിക്കൊണ്ട് പറയുകയും ചെയ്തത്. എവിടെ നിന്നാണ് ഈ ആത്മവിശ്വാസം യു.ഡി.എഫ് ക്യാമ്പിന് ലഭിച്ചത്? 100 സീറ്റിലേറെ നേടുമെന്ന ആത്മവിശ്വാസം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ലോക്സഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടിയ യു.ഡി.എഫിന് എന്തുകൊണ്ട് നിയമസഭയിലും അത് ഉണ്ടായിക്കൂടാ, അത് നിലനിർത്തിക്കൂടാ എന്ന ചോദ്യം സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരും. ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത്, യു.ഡി.എഫ് പറഞ്ഞത് 100 സീറ്റുകൾ നേടും, 100-ലധികം സീറ്റുകൾ നേടും എന്ന്. എന്നാൽ യു.ഡി.എഫിൻ്റെ അവലോകനം കഴിഞ്ഞു. വാർത്തകൾ മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. 80 മുതൽ 85 സീറ്റ് വരെ. ഇതാണ് ഇപ്പോൾ യു.ഡി.എഫിൻ്റെ കണക്കുകൂട്ടൽ. 80 സീറ്റ് ഉറപ്പ്, 85 സീറ്റ് വരെ ലഭിക്കാം. എന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു 10 സീറ്റ് അധികം മാത്രമാണ് ലഭിക്കുക യു.ഡി.എഫിന് എന്നാണ് യു.ഡി.എഫ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. അതിൽ 25 സീറ്റ് മുസ്ലിം ലീഗിൻ്റെതാണ് എന്ന് മുസ്ലിം ലീഗ് കണക്കൂട്ടുകയും ചെയ്യുന്നു. 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ഇത്തവണ 25 സീറ്റിൽ ജയിക്കും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം നിയമസഭയിലെ ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ വനിതാ MLA ഉണ്ടാകും എന്നുകൂടി പറയുന്നുണ്ട്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ. ഈ 25ഉം കൂട്ടിയതിനു ശേഷമാണ് ആകെ 80-ലെത്തി നിൽക്കുന്നത് യു.ഡി.എഫ് എന്നോർക്കണം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് 20 സീറ്റ് താഴോട്ട് വന്നു കോൺഗ്രസ്. ഇനിയും താഴോട്ട് പോകേണ്ടി വരും. എന്താണ് കണക്കുകൂട്ടൽ? നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം 40% അധികം വരും. മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടായാൽ കേരളത്തിൽ അതിലാണ് പ്രതീക്ഷ. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് യു.ഡി.എഫ് പറഞ്ഞത് വൻ വിജയമുണ്ടാകും, സീറ്റുകളിൽ വൻ നേട്ടമുണ്ടാക്കും എന്ന്. എന്നാൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് കണക്കിൽ കൂടിയിട്ടുണ്ട് എങ്കിലും വോട്ടുകളുടെ എണ്ണത്തിൽ കുറവാണ്. കാരണം ഇത്തവണത്തെ വോട്ടർ പട്ടിക എന്നത് SIR ശേഷമുള്ള ആദ്യ പട്ടികയാണ്, ലൈവാണ്. നാട്ടിലില്ലാത്തവർ, മരിച്ചവർ എല്ലാവരെയും ഒഴിവാക്കിയുള്ള വോട്ടർ പട്ടികയാണ്. അങ്ങനെ വരുമ്പോൾ 90-95% എത്തേണ്ടതായിരുന്നു പോളിംഗ്. പക്ഷേ എത്തിയില്ല. പോളിംഗ് കുറഞ്ഞു, പോളിംഗ് ശതമാനം കുറഞ്ഞു. കൂടി എന്നത് സാങ്കേതികമായി ശരിയാണ് എങ്കിലും യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് ചെയ്തത്. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വൻ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ഒരു തരംഗം യു.ഡി.എഫിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പോളിംഗ് ശതമാനം ഇതിലും വർദ്ധിക്കുമായിരുന്നു. അത്തരമൊരു തരംഗം കേരളത്തിൽ ഇല്ല എന്ന് നേരത്തെ തന്നെ സർവേ നടത്തിയ വിവിധ ഏജൻസികൾ പറഞ്ഞതാണ്. അപ്പോഴും LDF-നാണ് മേൽക്കൈ പറഞ്ഞത്. പക്ഷേ യു.ഡി.എഫ് ഇപ്പോഴും 80 സീറ്റ് കിട്ടും എന്ന വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം യു.ഡി.എഫിന് അനുകൂലമായിട്ട് ഉണ്ടാകും, അതായിരുന്നു വിശ്വാസം. പക്ഷേ അത് വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവിലേക്ക് ഇപ്പോൾ യു.ഡി.എഫ് നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് ചിലപ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചേക്കാം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഇടങ്ങളിൽ മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ, മുസ്ലിം ലീഗ് മത്സരിക്കാത്ത ഇടങ്ങളിൽ യു.ഡി.എഫിലെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നാണ് കണക്കുകൾ മുഴുവൻ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എറണാകുളം ജില്ലയിലാണ് ഒന്ന്. അതോടൊപ്പം തന്നെ ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കോഴിക്കോട് വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് അവർ പറയുന്നു. ഏറ്റവും രസകരമായ അവകാശവാദം എന്നത് തിരുവനന്തപുരത്ത് വൻ മുന്നേറ്റമുണ്ടാക്കും എന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ 6 സീറ്റെങ്കിലും നേടും. 6 സീറ്റ് എന്ന് വെച്ചാൽ 14-ൽ 6 സീറ്റ് എങ്കിലും നേടും എന്നാണ് പറയുന്നത്. നേരത്തെ 1 സീറ്റ് മാത്രമാണ്. ആ അവകാശവാദത്തിന് യാതൊരു കഴമ്പുമില്ല എന്ന് തിരുവനന്തപുരം മണ്ഡലങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ കോൺഗ്രസ് അതൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം കോൺഗ്രസിൻ്റെ കണക്കുകൾ എത്ര
ദുർബലമാണ് എന്ന്, അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയ്ക്കൊത്ത് വോട്ട് പെട്ടിയിലായിട്ടില്ല എന്നത് അവർ തിരിച്ചറിയുന്നു എന്നർത്ഥം. ഒരു സംശയവും വേണ്ട, UDFന് വലിയ വിജയമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 70 എന്ന മാർജിൻ കടക്കാനേ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് നമ്മോട് പറയുന്നത്.